പ്രിയ PSC ഉദ്യോഗാർത്ഥികളെ, കേരളവുമായി ബന്ധപ്പെട്ട് 10 പ്രിലിംസിൽ അതുപോലെ തന്നെ LDC, LP, UP തുടങ്ങിയ പരീക്ഷകളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മുഴുവനായി കൊണ്ടോളൂ, ഒരിക്കലും വെറുതെ ആവില്ല. മുൻപ് പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ഏത്? മുൻപ് ചോദിച്ചതാണ്. 580 കിലോമീറ്റർ. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ട. ഇത് കഴിഞ്ഞ 2024 നടന്നൊരു പരീക്ഷ ചോദിച്ച ചോദ്യമാണത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. പരീക്ഷയ്ക്ക് ഇവിടെ മരുപ്രദേശം എന്നൊക്കെ തരും, ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ച് ഈ ഒരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കിഴക്കൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല നോക്കണേ, ഇവിടെ നോക്കുക, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയാണ്. ഭൂമിയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ ജില്ല വയനാട്. നോക്കണേ, ഡെക്കാൻ എന്നാണ് കേട്ടോ, ഡെക്കാൻ എന്നാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നു ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? തോറിയം. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മുല്ലപ്പള്ളി, പത്തനംതിട്ട. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണേത്? കേരളം. ഇനി നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുക്കളാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം കേരളമാണ്. ജാമ്യാപേക്ഷകളിൽ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഓട്ടോ എന്ന ഓപ്ഷൻ നിലവിൽ വരുന്ന ഇന്ത്യയിൽ ആദ്യ ഹൈക്കോടതിയാണെന്ന് കേരള ഹൈക്കോടതി. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കായി ആദ്യമായി റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനം കേരളമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ന് നമുക്കറിയാം, കേരളം രൂപീകരിച്ച വർഷം 1956 നവംബർ 1. അപ്പോൾ ഇത് കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 14 ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരിക്കലും വെറുതെ ആവില്ല. ഓക്കെ, താങ്ക്